കൊടുക്കുന്നതാ ഉത്തമം. അമ്മ ആന്റി രാവിലെ വരുമെന്നും പറഞ്ഞോണ്ട് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുവായിരുന്നു ശിവാനി. ഓട്ടോ വരാൻ കുറച്ച് വൈകിപ്പോയി മോനെ. ഞാനിങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി എന്റെ മോളെ നീ ഉപദ്രവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നാലും എന്റെ മാഡം ഇവിടെ ഉണ്ടായിട്ടാണോ ഇവളുടെ അമ്മായിയമ്മയെ കൊണ്ട് എന്റെ മോളെ തല്ലിച്ചത്? എന്റെ മോൾ ഇവിടുന്ന് തല്ലുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴും മാഡം നോക്കി നിന്നില്ലേ? അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ രേണുകെ, വിട്ടേക്കൂ. കഴിഞ്ഞതൊന്നും ഞാൻ അങ്ങനെ മറക്കില്ല മാഡം. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇവൾ ഒരുത്തിയേ ഉള്ളൂ. എന്റെ പേരക്കുട്ടികളെ ഇവളുടെ വയറ്റിൽ വളരുന്നത്. ഈ ദേഹം നൊന്താലേ നോവുന്നത് എനിക്കാ. ആഹാ, ഈശ്വരമംഗലത്തെ ഗുണ്ട വന്നല്ലോ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നിങ്ങൾ എന്റെ മോളുടെ ദേഹത്ത് കൈവച്ചത്? നിങ്ങളുടെ കുടുംബത്തിലെ ഭാവി തലമുറയാ ഇവളുടെ വയറ്റിൽ വളരുന്ന 2 കുഞ്ഞുങ്ങൾ. മിക്കവാറും അത് മാത്രമേ കാണുള്ളൂ. ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കാണോ നിങ്ങള്? സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്മയ്ക്ക് മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാ ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് നുള്ളിയിട്ടാ അതിനി അമ്മയായാലും ശരി മരുമോളായാലും ശരി എനിക്കതൊന്നും പ്രശ്നമല്ല. ആ കൈ ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. അതെ, ഇവിടെ വന്ന് നിൽക്കാൻ ഒരു അവസരം തന്നെന്ന് കരുതി അടക്കി അങ്ങ് ഭരിച്ചു കളയാന്നുള്ള ചിന്തയൊന്നും വേണ്ട. അയ്യോ, എന്തോ പറ്റി? ചോദിക്കാനും പറയാൻ ഒരാൾ വന്നപ്പോ സഹിക്കുന്നില്ലയോ? ചോദിക്കാനും പറയാൻ ഒരാളുണ്ടാവുന്നൊക്കെ നല്ല തന്നെയാ. പക്ഷെ രീതി ഇതാണെങ്കിൽ ഒരുപാട് നാളെ ഇവിടെ വെച്ച് ഉറപ്പിക്കത്തില്ല. വന്നപടി തന്നെ തിരിച്ചു പറഞ്ഞു വിടാനും എനിക്കറിയാം.